വന്നേ? നീയല്ലേ? ഞാനാരാ? നീ ആരാ? നീ മകള്. എന്റെ മകള്. ആണോ? പേരെന്നാ? പേര് എന്താ? എന്റെ മോള് എന്നാടി പേര്? ഇവിടെ പേര് എന്റെ പേര് റെജി. റെജി. എൽസി എന്നാണോ? എൽസി അല്ല, റെജി. കുട്ടിപ്പെണ്ണിന്റെ മോളാ ലിസിയോ? റെജി. കുട്ടിപ്പെണ്ണിന്റെയാണോ? അത് ശരി. അവളിട്ട പേരാണോ? അവളുടെ പേരാ. അത് ശരി. പേരാരുടെ പേരാരുടെയാ? പേരാരുടെയാണോ? അമ്മശ്ശേരിയാണോ? അമ്മച്ചിയുടെയാ. അതാ വേണ്ടത്. അതാ വേണ്ടത്. ഏറ്റിരിക്കാനോ? ചായ കുടിച്ചോ? പിന്നെ ഞങ്ങൾ എല്ലാം കഴിച്ചതും കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ച് കറിയൊക്കെ മീനും ഒക്കെ മീനും ഒരു തോരൻ കറി. തോരൻ കറി അടിപൊളിയായിരുന്നല്ലോ. ഏറ്റിരുന്നാലോ? ഏറ്റിരുന്നാലോ? കിടക്കാൻ പാടെ ഉറങ്ങുന്ന സമയമായില്ലേ? ഇല്ലെന്നേ, സമയമായില്ല. ഇനി അധികം താമസിക്കാതെ ഉറങ്ങും. 6 മണി ആയില്ല. 7 മണിയായിട്ട് ഉറങ്ങിയാ മതി. കുരിശ് വരച്ചോ? കുരിശ് വരച്ചോ? പ്രാർത്ഥിച്ചോ? കൊന്തയില്ലയോ? എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞോ? ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തു. സകല കറികളും കഴിഞ്ഞു. സഹായക്കാരന്റെ മതിയാണ് ഈശോയുടെ. മുരിക്കായിട്ടിരിക്കണല്ലോ. ഈശോ സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കണേ. സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കണേ. സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കണേന്ന്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? സുന്ദരിയൊന്നും ഇല്ല. ഒരു കാര്യം മുടിയൊക്കെ ആരാ വെട്ടിയത്? മുടി ആരാ വെട്ടിയത്? മുടിയൊന്നും ആരും വെട്ടിയില്ല. ഇല്ലേ? തന്നെ വെട്ടിയതാ? അത് ഓരോ വാസം കഴിഞ്ഞ് വെട്ടിയിട്ടു. ആണോ? അന്ന് തൽപടി വെട്ടിയതാ. തന്നെ വെട്ടിയത്. സമയം എഴുന്നേറ്റിരിക്കും. കുടിക്കണോ കേൾക്കാനായിട്ട്? ഇത്ര ഓടി നടക്കുമായിരുന്നേ. വർത്തനൊക്കെ പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. ഇപ്പൊ ഒന്ന് കിടന്നേ ഉള്ളൂ. ആണോ? ചിലരെ കിടക്കും, പിന്നെ ഓടി വന്ന് കിടക്കും. പരിപാടി. വേറെന്താണ്ട് വിശേഷം? പിള്ളേരൊക്കെ എന്നാ പറയണ? പിള്ളേരോ? പിള്ളേരെന്താ പറയാന്? എല്ലാരും വന്ന് കണ്ട് അവരുടെ പാട്ടും വർത്താനും എല്ലാം കേട്ടു, കുത്തിയിരുന്നു. എന്റേതായ എന്താന്നൊക്കെ മനസ്സിലാക്കി അങ്ങ് പോയി. ടോമി വന്നായിരുന്നോ? ടോമി വന്നായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലേ? ഇന്ന് ഇല്ലെന്നായിരിക്കും. ഇന്ന് വന്നില്ല. ടോമി എവിടെയാ ഇപ്പൊ? അവര് ഇവിടെയല്ല, എറണാകുളത്തോ. ആണോ? ഓസ്ട്രേലിയയിലാരാ? ഓസ്ട്രേലിയക്ക് പോയതാരാ? ഓസ്ട്രേലിയയില് അത് എനിക്ക് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അവര് അതിന്റെ വരവൊന്നുമില്ലല്ലോ. ഇന്ന് വരാൻ പറ്റിയല്ലോ. വല്ലപ്പോഴും ഒന്ന് വരുവുള്ളൂ. അത് ആഴ്ചയിൽ ഒരാഴ്ച കൂടുതൽ താമസമില്ല. അത് കഴിഞ്ഞ് ഇടയിട്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ തവണ വന്നപ്പോ 1 മാസം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോ 1 മാസം ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നു. നമ്മുടെ പെരുന്നാളിന്റെ സമയത്തല്ലേ വന്നേ പള്ളിയിലെ? തലേ ദിവസം വൈകിട്ട് വന്നാൽ വൈകുന്നേരം വന്നാൽ വിളിക്കാറുണ്ടോ? ഫോൺ ചെയ്യാറില്ലേ? ഫോൺ ചെയ്തായിരുന്നോ ഇന്ന്? ടോമി ഇന്ന് ഫോൺ ചെയ്തായിരുന്നോ? ഇന്ന് ഞായറാഴ്ച അല്ലേ? ടോമി ഫോൺ വിളിച്ചായിരുന്നോ? ടോമി ഫോൺ വിളിച്ചോ? പട്ടമുണ്ടോ? ഫോൺ വിളിച്ചോ? ഫോൺ ഇന്ന് പട്ടമുണ്ടല്ലോ. ഇന്ന് ഞായറാഴ്ച അല്ലേ? എനിക്കറിയത്തില്ല. എൽസി വരാറുണ്ടോ? എൽസി സാവുകല്ലേ, അവരല്ലേ പള്ളിക്കൂടത്തിൽ പോണം. സാവു അവര് പള്ളിക്കൂടത്തിൽ പോകണം. ഇന്ന് ഞായറാഴ്ച പള്ളിക്കൂടമൊന്നുമില്ല. സാവുകല്ല, മറ്റവരൊക്കെ പഠിത്തമില്ലല്ലോ, പഠിക്കാൻ പോണില്ല, പഠിത്തം നിർത്തി. എൽസി എന്തി? എൽസി ഇവിടെ ഇല്ലല്ലോ. എൽസി പുറത്തല്ലേ? ആണോ? ഇവിടെ പോയി. എവിടെ പോയി? ഇവിടെ പോയിട്ട് എത്ര നാളായോ? അവള് പഠിച്ച പരീക്ഷ കഴിച്ചിട്ട് ജയിച്ചിട്ട് എത്ര നാളായി. ചെറുപ്പത്തിലെ ഒരുപാടായല്ലേ? എൽസിക്ക് പിള്ളേരുണ്ടോ? പിള്ളേര് അതും അങ്ങനെയാന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ജോമോൻ എന്തി? ജോമാന് വീട്ടിലുണ്ടോ? ഉണ്ടോ? എന്നെടുക്കുവാ ജോമോൻ? ഇപ്പം ജോമോൻ എന്നെടുക്കുവാ?
അവിടെ അടുക്കളയിൽ വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ കഞ്ഞി വെക്കണം. ആ ജോമോനാ ജോമോൻ എന്ത് ഇല്ല, കഞ്ഞി വെക്കണം. അമ്മയ്ക്കും ചാച്ചനൊക്കെ കഞ്ഞി വെക്കണം. അമ്മമാർക്ക് വൈകിട്ട് കൊടുക്കണം. കൊടുക്കണം. അവര് കിടക്കാൻ നേരത്തെ കഞ്ഞി കുടിച്ചോളും. പിന്നെ ജോമോന്റെ പിള്ളേരെന്ത് ചെയ്യാ? ജോമോന്റെ നമ്മള് കറിയും കഞ്ഞിയും എല്ലാം ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ അവര് പെട്ടെന്ന് പോയി കിടക്കാനൊന്നും പറ്റത്തില്ല. 3-4 പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ അയ്യോ പിന്നത്തെ നോക്കണ്ട, ഒരു കാര്യം നടത്താൻ എന്ത് ശല്യമാണെന്ന് പറയാം. നോക്കുന്നതെല്ലാം അവർക്ക് ഓരോ ഉപകാരം. നമുക്ക് ശകലം നേരം വിശ്രമിക്കാൻ പറ്റത്തില്ല. ചെയ്യണോ വല്ലതും ഉണ്ടോ? അതും ഇല്ല. അമ്മയ്ക്ക് പോലും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ. ഇതുകളെ കെട്ടിച്ച് അതുകളോ മിന്നല്ല ചാടും. സാബുവിന് പെൻഷനായോ? സാബു പെൻഷനായോ? മനസ്സിലോ? പെൻഷൻ എങ്ങനെയാന്ന് അറിയത്തില്ല. ജോലിക്ക് പോകണ്ടോ? ഇപ്പൊ ജോലിക്ക് പോകണുണ്ടോ? ജോലിക്ക് പോകണ്ടോ? വൈകിട്ട് വന്നെന്നായിരിക്കുന്നോ? ആണോ? എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ അവനെ ഞാൻ കണ്ടിട്ട് ഒത്തിരി പിന്നെ വിശ്രമമില്ല. വിശ്രമമില്ല. ജോമോന് വിശ്രമമുണ്ടോ? ജോമോന് എടുക്കാം വൈകിട്ട് അവർക്ക് അവന് ഈ പ്രാർത്ഥനയൊക്കെ ഒന്നിച്ചല്ല എല്ലാരും കിടന്ന് നടക്കണം. അതായത് ആ കൂടെ കൂടിയാൽ മതി. അറിയാൻ മേലാത്ത ഒക്കെ പറഞ്ഞു കൊടുക്കുകയും തിരുത്തി കൊടുക്കുകയും ചെയ്യണം. നഷ്ടം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കുഴഞ്ഞു പോകും. ഒന്നും നടക്കുക. എന്തോ കുഞ്ഞുപിള്ളേരാരോടെയുള്ളേ? ഇവിടെയോ? ജോമാന്റെ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? ജോമാന്റെ പിള്ളേര് അവന്റെ പിള്ളേര് അത് വീട്ടിലുണ്ടോ? പഠിക്കുന്നില്ലേ ഇപ്പം? അവളും ഉണ്ട്, അമ്മയുണ്ട്, ഒക്കെ ഉണ്ട് വീട്ടിൽ. പഠിക്കുന്നില്ലേ അപ്പം? പിള്ളേര് പഠിക്കുന്നില്ലേ? പിള്ളേർ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ആരാ? ജോമാന്റെ പിള്ളേര്. ജോമാന്റെ പിള്ളേര് 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞതായിരിക്കും തോന്നുന്നത്. ശരിക്കറിയത്തില്ല. ശരിക്കറിയത്തില്ല. അവള് നേഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കുമല്ലേ? നേഴ്സിംഗ് കഴിയാറായില്ലേ? നേഴ്സിംഗ് പഠിക്കുമല്ലേ? വിവാന എന്ത്? വിവാന ഉണ്ടോ? അവിടെയുണ്ട്. ഉണ്ടോ? വീട്ടിലുണ്ട്. രണ്ടുപേരും ഉണ്ട്. ധാരാമ വന്നിരിക്കുന്നേ? ധാരാ നമ്മുടെ അനീത്തിയുടെ മകളാ. ആരാണ്? അതൊക്കെ ജോലിയൊക്കെ ഉള്ളവരാ. അമ്മയുടെ അനീത്തിയില്ലേ? നമ്മുടെ അനീത്തി ആരാ? ചതുരത്തുണ്ടത്തിൽ അമ്മ ആടെ അനിയത്തിനെ കെട്ടിച്ചിട്ടില്ലേ? ചതുരത്തുണ്ടത്തിൽ ആരാ ഉള്ളത്? അമ്മയുടെ ചതുരത്തുണ്ടത്തില്ല. അവിടെ എന്റെ ചേട്ടിയുടെ മക്കളാണ്. ഉണ്ടോ? ചേട്ടത്തിയുടെ മക്കളാ? അനീത്തിയല്ലേ? 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 കുട്ടിപ്പെണ്ണ അനീത്തിയാണോ ചേട്ടത്തിയാണോ? അല്ല, അവളാ അനീത്തിയ. കുട്ടിപ്പെണ്ണല്ലേ ചതുരത്തുണ്ടത്തിലുള്ളത്? അവരും അനീത്തിമാരായിട്ട് അതേ ആളൊന്നും ഇല്ല. എത്ര പേരുണ്ട്? 2-3 പേര്. 2-3 പേരേ ഉള്ളൂ. അത് അവരിങ്ങനെ അവിടുന്ന് എടുത്തോണ്ട് കൂട്ടിക്കൊണ്ട് പോയ. ആണോ? നേഴ്സറിയിലായിപ്പം. നേഴ്സറിയിലാണ് ഇപ്പം. ചെറുപ്പത്തിലോട്ട് പോവാണ്. ചെടുത്തിമാരോ? ചെടുത്തിമാർ എത്ര പേരുണ്ട്? ചേട്ടിമാർ 2 പേരേ ഉള്ളൂ. അവരിവിടേക്കും അല്ല, അവര് പുറത്തൊക്കെയാ. അവിടെയൊക്കെ ജോലിയാ. അവരുടെ പിള്ളേരൊക്കെ ജോലിയായി. അവരുടെ ആങ്ങളെ എന്ത്? അവര് വീട്ടിലുണ്ടല്ലോ. ഒറ്റുണ്ടോ? അവരുണ്ട്. അപ്പൊ അവനൊക്കെ അല്ലാതെ ഉള്ള കുടുംബത്തിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വേറെ ആരുമില്ല. ഒത്തിരി പാടാ. പിന്നെ അവിടെ നിൽക്കണം. നിങ്ങള് പറയണ കേൾക്കാനാണ്. ഇവിടെ ഇരിക്കാം. കേട്ടോണ്ട് കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ആരത്? അതൊക്കെ അവിടെ ചേർത്തേനീറ്റ് മക്കളെ. ജോമോളെന്ത്? ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഇവളെ ഇതിലൊക്കെ
ഉണ്ടായി ഉം. ഈ വേലാത്ത ഉം. ജോലികളായി തീർന്നവർക്ക് ഉം. സദസൗകര്യം വേണ്ടേ. വേണം. അതിന് വേണ്ടിയിട്ട് ഉം. അവരെ കത്താൻ ഇവിടെ ആക്കി. സ്ഥലമാക്കിയിരിക്കും. ഉം. അവരത് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് പോകും. ഉം. രോഗികളെ നോക്കാൻ നിൽക്കുന്നവരാണ്. ഉം. കാരണവന്മാർക്ക് അവർക്ക് ഇങ്ങനെ വല്ലതും കിടക്കുവാണോ? അവർക്ക് നേരത്തെ കിടക്കണം. നേരത്തെ കിടക്കണം. കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് കിടക്കണം. ഉം. അല്ല നമ്മളൊക്കെ അത് പറ്റിയല്ല പല കാര്യങ്ങളിൽ. ഉം. അവർക്ക് രാവിലെ ആയിട്ട് പണിയുണ്ടല്ലോ. കാരണന്മാർക്ക് രാവിലെ ആയിട്ട് പണിയുണ്ടല്ലോ. എടുത്ത് പണിയുണ്ട്. അത് എടുത്താൽ തീരെയില്ലാത്ത പോലെ. അതിപ്പോൾ സഹായിക്കാൻ ആളും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ ആള് വേണം. അപ്പൊ കുഴപ്പമില്ല. ഇതൊക്കെ നിൽക്കണം. അറിയവാ ഇതിന്റെ കേൾക്കാം. നിങ്ങൾ പറയണത് വേറൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ വേറൊന്നുമില്ല. ഒളിഞ്ഞിരുന്ന് കേൾക്കേണ്ട കാര്യമില്ലല്ലേ? മരുമോളെ കുറ്റം പറയണോന്ന് അറിയാൻ വന്ന് നിൽക്കതാ. കുറ്റോ നമ്മുടെയാ. എന്റെ കുറ്റമെല്ലാം പറഞ്ഞു കൊടുക്കണ്ടോ അറിയണ്ടേ? അതാരാ? മോളുടെ മോളല്ലേ? മോള് ജോമോളല്ലേ? ജോമോളുടെ കുറ്റം പറയുന്നുണ്ടോന്ന് കേക്കാൻ വന്ന് നിക്കുവോ? ആണോ? ആ അവളെ എന്റെ കുറ്റം എന്നാ പറഞ്ഞ കുറ്റം പറയാനാ? നിന്റെ ഇതായിട്ട് മാത്രം കുറ്റം പറയാവുള്ളു. ഉണ്ടോന്ന് അറിയണ്ടേ? ഉണ്ടോന്ന് അറിയണ്ടേ? കുറ്റമില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഇത് നമുക്ക് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. അത് അവൾ പ്രാർത്ഥിക്കുക മാത്രം മാത്രമേ ഉള്ളൂ. ഇത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് വേണ്ടാത്തതിനകത്ത് ചാടിക്കരുത്. അത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഗുണം. അല്ലാതെ നമ്മളെ കൊണ്ടെല്ലാം പിടിച്ചോണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഒരു പ്രായം കഴിയുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റും. ഇല്ല. മടുത്ത ഇരുന്ന കഞ്ഞിയെ കുറിച്ച് എല്ലാവരും കഞ്ഞി കുടിച്ച് എന്നാ കിടക്കാറായല്ലോ. കിടക്കാറായി പോവുക. ഇനി കിടന്നോ കിടന്നോ? ഞങ്ങൾ കിടക്കാൻ പോവാ. ഞങ്ങൾ കിടക്കാൻ പോവാ. ഇച്ചിരി വിശക്കണുണ്ടോ? ഇച്ചിരി കഞ്ഞിയുടെ കുടിക്കണോ? ഇച്ചിരി കഞ്ഞിയുടെ കുടിച്ചിട്ട് കിടക്കാം. വിശക്കണില്ലേ? ഇച്ചിരി ചോറൂടെ ഉണ്ടാന്ന്. കഞ്ഞി കുടിക്കാൻ ആ. അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ സുഖമില്ല. ഒരു സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് കഴിച്ചാൽ ഇപ്പോഴെപ്പോഴും കഴിച്ചാൽ പിന്നെ സഹിക്കുക. വയറിനും സുഖമില്ല. സുഖമില്ല. പള്ളി വല്ലതും പോയോ? നമ്മുടെയൊക്കെ വീട് എവിടെയാ? ഞങ്ങളുടെ വീട് ഇവിടെ അടുത്തല്ലേ? ഇവിടെ അടുത്താ. ഇന്ന് പള്ളി പോയായിരുന്നോ? പള്ളി പോയായിരുന്നോ? ഇന്ന് പോയില്ല. പോയില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ? ആണോ? ശനിയാഴ്ചയില്ല. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ആ ഞായറാഴ്ച ആയിരുന്നു. ഞാനൊക്കെ പള്ളിയിൽ പോയി. ഞങ്ങളൊക്കെ ഉച്ചയായപ്പോ പോയി. ഉച്ചക്കുർബാനയ്ക്കാ പോണേ. ഭയങ്കര ആളുവാ. ഭയങ്കര ആളാ. ഉടനെ ഇതുപോലെ എല്ലാവരും അവരൊക്കെ സംസാരിക്കാനും കുറാനും ഉള്ള കാര്യമൊക്കെ വലിയ അത് കാരണം ഇപ്പൊ ഏതച്ഛൻ അവിടെ ഇരിക്കണേ? നമ്മുടെ അച്ഛൻ ഏതാണെന്നറിയാവോ? ഇപ്പൊ ഇരിക്കുന്ന അച്ഛൻ ഏതാ? ഇവിടുത്തെ പള്ളിയിലെ? ഞാൻ അച്ഛനെ സുഖം കണ്ടിട്ടില്ല. ഇല്ലല്ലേ? അച്ഛൻ വരുവോ ഇവിടെ? എനിക്ക് ശരിക്കും അറിയത്തില്ല. അച്ഛൻ വരാറുണ്ടോ? അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല, നമ്മളെ അമ്മേനെ കാണാൻ വരാറുണ്ടോ? ആ, പേരമ്മേനെ കാണാൻ വേണ്ടി ഇനി വരുമെന്നാ. നാം കാണാൻ വരും. അച്ഛന്മാരൊക്കെ വരും. അവരൊരാഴ്ച 2-3 പ്രാവശ്യം വരും. ആണോ? അച്ഛൻ കുർബാനയായിട്ട് വരും. ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ. നമ്മള് പറയണ്ടേ? ഇല്ല എല്ലാവരും ഇല്ല. പറഞ്ഞാ വരും. പിന്നെ അല്ലാതെ ഉള്ളിൽ രോഗി സന്ദർശനം ഇല്ലേ? അതൊന്നുമില്ല. ഇല്ലേ? ഇന്നലെ വീട്ടിൽ കൂടെ വന്നു. ചതുരത്തുണ്ടത്ത് ഇന്നലെ പുള്ളി വീട്ടിൽ കൂടെ വന്നിട്ട് വേണ്ട. തൊട്ടടുത്തല്ലേ, ഈ വഴി അങ്ങ് ക്രോസ് ചെയ്താണ്. ഇവിടേക്ക് പോയി, ഏറ്റുമാനൂർക്ക് പോയി. ഇനിയിപ്പോ ഇവിടെ കയറിയിട്ട് വീട്ടിലോട്ട് പോകും. എല്ലായിടത്തും പോയിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മളൊക്കെ നല്ല സ്ഥാനത്ത് കൊണ്ടേ എത്തിക്കണം. അവര് വേണം. നമ്മളെന്തോരം പരിശ്രമിച്ചാൽ നോക്കിയല്ല. അത് കാരണം അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു. ചായ അളയല്ലേ? ചായ ചായ പോകത്തില്ല. കളറ് പോകുന്നില്ല. അത് നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇഷ്ടായോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം തെളിഞ്ഞ് വരുമ്പോ പിന്നെ ഒരന്തോ ഇല്ല വേണ്ടോ.
ഒരു മറയില്ല ചെറയില്ല. അങ്ങനെ പോയാൻ കളയും. ഏ? പോയാൻ കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. നീ കിടന്നോ? കിടക്കാൻ പോവാ. കിടക്കാൻ നോക്കും. ഒന്ന് ഭയങ്കര നേരം വെക്കും. ഒന്ന് ഭയങ്കര നേരം വിളിക്കും. ആരാന്ന് മനസ്സിലായോ? രാത്രി കുറവാ. രാത്രി കുറവാ അല്ലേ? അനി കുട്ടിപ്പെണ്ണിന്റെ മകളാ അത്. ഏ? കുട്ടിപ്പെണ്ണിന്റെ മകളാ. കുട്ടിപ്പെണ്ണിന്റെ ആ അതിലല്ല ആ ഈ കുട്ടിപ്പെണ്ണിന്റെ വേളാ. ആ. മനസ്സിലായി. അല്ലേ? റെജി റെജി ഏ? റെജി ജിജിയോ? റെജി ജിജിയോ? റെജി റെജി എൽസിയോ? റെജി എൽസിയോ? എൽസി അല്ല. പെൽസിനെയാണ് റെജി. ഏ? റെജിയാന്നേ, റെജി. റെജിയോ? ആ. അന്നത്തെ പേര് അങ്ങനെയൊക്കെ. അന്നത്തെ പേര് അങ്ങനെയൊക്കെയായിരുന്നു. എല്ലാവർക്കും ഒക്കെ സുഖമാണോ? എല്ലാവരും സുഖം. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. വെള്ളവും മഴയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്തുവാരിക്കുകയും ഭാരം ചോക്കുകയും ചെയ്യണമെന്നോ അത്രേ ഉള്ളു. എല്ലാ കാര്യം നടക്കും. അതൊക്കെ ഉണ്ട്, വേണ്ടതാ. അല്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ, എവിടെയാണെങ്കിലും ഇത് വേണം. അത്തുവാരിക്കാതെ ജീവിക്കാൻ പറ്റിയ കിടക്കാൻ സമയമായോ? അടുത്തോ ഇരുന്ന് കിടക്കാൻ പോവാ. കിടക്കാൻ പോവാണോ? എന്നാ കിടന്നോ, ഞങ്ങളും ഇറങ്ങുവാ. പിന്നെ വരാം. എല്ലാരും കിടന്നോ? എല്ലാരും കിടക്കാൻ പോവാ. തന്നെ കിടക്കുവോ? ആ അമ്മ എല്ലാം തന്നെ കിടന്നോളൂ. കുളിപ്പിക്കണം, പിന്നെ ഇതൊക്കെയുള്ള പ്രശ്നമുള്ളൂ. ഒത്തിരി കയറ്റി വെക്കാനോ? കയറ്റി വെക്കണ്ട. ഇപ്പം കിടക്കണതുള്ളൂ. ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ത് അമ്മ പറയുന്നത് ഇറങ്ങി വരും അല്ലേ? ചായ ഇടത്തില്ല. ചുമര കളറായോണ്ട് ചുമര കളർ അമ്മക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ആ. ചായ അമ്മയ്ക്ക് എല്ലാം വെള്ള കളറായിരിക്കണം. വെള്ളയില് ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിരിക്കും. അതുപോലെ ഇനി എന്താ എല്ലാരും പോണം? പോവും. അടുത്ത ആഴ്ച പോവും. അടുത്ത ഇതാക്കലെല്ലാം ലൂട്ടി കഴിയല്ലേ? ആ, എല്ലാം കഴിയും. എല്ലാ ഡ്യൂട്ടിയും കഴിയും. ഏ? അല്ല, എല്ലാ ഡ്യൂട്ടിയും കഴിയുമെന്ന്. ആരെയാ? ആരുടെ ഡ്യൂട്ടി എനിക്കറിയത്തില്ല. അമ്മയല്ലേ പറഞ്ഞു ഡ്യൂട്ടി കഴിയുമെന്ന്. അമ്മയല്ലേ പറഞ്ഞു, ഞാനല്ലല്ലോ. നിന്റെതാ? എനിക്ക് എന്നും ഡ്യൂട്ടിയാ. ആർക്കാ? ആ ഇവർക്കൊക്കെ അല്ലേ? നിന്നോട് വന്നിട്ടുണ്ടോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലേ? ആ ശരി. ആ ഉദ്ദേശപ്രകാരം പറയാലോ. ആ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ പോയിട്ട് പിന്നെ വരാം. എന്താ എന്റെ മക്കളും അല്ലേ? അടുത്ത വർഷം. അടുത്ത വർഷം. അടുത്ത വർഷം? ആ. അയ്യോ, ആ. അതുവരെ നമ്മളൊക്കെ ഉണ്ടോ? പിന്നെ ആ, നമ്മളൊക്കെ ഒന്നും ഉണ്ട്. പറയാൻ പറ്റിയ ഏയ്, പറയാൻ ഉറപ്പായിട്ട് കാണും. ജീവിതമൊക്കെ എത്ര നാളത്തേനുള്ള ഈശോയ്ക്ക് അത്രേ മാത്രമേ അറിയത്തുള്ളൂ. ഈശോയുടെ കയ്യില. ഉം. അമ്മമാരൊക്കെ ഉണ്ടല്ലേ അല്ലേ? പോയി രണ്ടുപേരും. പോയോ? ഉം. അമ്മയും ചാച്ചനും അമ്മയും ചാച്ചനും. സമാധാനായി. ഉം. ഓർത്തോ? അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഭയങ്കര വിഷമം വരും. അവരെ ഒരു സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനം. സമാധാനമുണ്ട്. ഇവിടെ അമ്മയുണ്ട്. ഇവിടെ അമ്മയുണ്ട്. ഏ? ഇവിടെ അമ്മയുണ്ട്. അളിയൻ്റെ അമ്മയുണ്ട്. ഇവിടെ അമ്മയുണ്ടെന്ന്. ഇവിടെ അമ്മയുണ്ടെന്ന്. അതെ? ഇവിടെ അമ്മയുണ്ടെന്ന്. അമ്മയുണ്ട്. അളിയനേ, അളിയൻ്റെ അമ്മയുണ്ടെന്നാ പറഞ്ഞത്. അളിയന്റെ അമ്മയുണ്ടെന്ന്. എന്റെ അമ്മ ഉണ്ടെന്നാ പറഞ്ഞേ. അമ്മയായിട്ട് വലിയ കൂട്ടല്ലായിരുന്നു. ഉർഷ്യാനെ അറിയോ? പിന്നെ ഉർഷ്യാനെ അറിയാതിരിക്കും. പിന്നെ ഉർഷ്യാമേനെ അറിയോ? തൊണ്ണത്തില്ലേ ഉർഷ്യ. ഉത്സാഹം ഉർഷ്യ ഓർക്കണേ. ഓർക്കുന്നില്ല. ഓർക്കണേ. മറിയക്കുട്ടി അറിയോ? മറിയക്കുട്ടി അവരെയൊക്കെ അറിയാം. അറിയാം. അവരൊക്കെ അവരൊക്കെ നേരത്തെ ഉള്ള. അവർക്ക് നേരത്തെ ഉള്ളതാ. അമ്മയായിട്ട് വലിയ കൂട്ടം. അധികം നാളായില്ലല്ലോ. ഇല്ല ഇല്ല. എല്ലാവർക്കും പോകും. ആൾക്കാരെ മനസ്സിലാക്കാനും ടൂറും പറ്റിയിട്ടില്ല. എനിക്ക് എത്ര വയസ്സായി? 86 ആയിരിക്കും. അമ്മക്ക് എത്ര വയസ്സുണ്ട്? അമ്മച്ചി എന്റെ അമ്മയ്ക്ക് 79, 6, 85 അന്ന് പതി കൂടുതലാണ്. 87 കാണും. ആ 87 കാണുമായിരിക്കും. അതിൽ കൂടുതൽ കാണിയില്ല. 87 പോണാൻ സാധ്യതയുള്ളൂ. ഇവിടെ മൊത്തം കണക്കൂട്ട് പോകും. 87 കാണും. ഒരു വയസ്സിന്റെ വ്യത്യാസം. ആ ഒരു വയസ്സിന്റെ വ്യത്യാസം. അങ്ങനെയാ. ഇപ്പൊ ഏത് പഠിക്കാൻ പോയിരിക്കണ മക്കളായാലും വന്നു കഴിഞ്ഞാൽ അവര് കുടുംബത്തെ താമസിച്ചോണ്ട് പോകാനുള്ള സ്ഥലത്തൂടെ എല്ലാം പോയി എല്ലാരെയും കണ്ടേച്ച് അവര് പോകത്തുള്ളൂ. തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. പണ്ടത് കൂട്ടത്തല്ല. അപ്പൊ അതോ പറ്റുള്ളൂ. അതോ ഓർമ്മ നിൽക്കുള്ളൂ. ചുമ പിടിച്ചോ? ഇത് പോയോ? ഇനി പോയതാ? എന്താ വന്നേ? 1 വർഷം കഴിഞ്ഞിട്ട്.
വരുവോളോ ആ അയ്യോ ഉം. എന്നാലും കാണാൻ പറ്റില്ല പിന്നെ കാണാൻ പറ്റും ഉറപ്പായിട്ടും കാണാൻ പറ്റും. അത്രയാവട്ടെ ചുമ്മാ എന്നും ഓടി വരാൻ പറ്റത്തില്ലല്ലോ, ദൂരെയല്ലേ. ദൂരെയല്ലേ, എന്നും ഓടി വരാൻ പറ്റത്തില്ലല്ലോ, ജോലിയുണ്ടല്ലോ, അവധി കിട്ടണ്ടേ. ഇത് കുട്ടി ജോലിയൊക്കെ ആകുമ്പം ഒന്നും പറ്റിയ നേഴ്സാ നേഴ്സ്. അവധി എടുക്കാനും പറ്റി. അവധി എടുക്കാനും പറ്റത്തില്ല. നേഴ്സാ അതുകൊണ്ട് ആശുപത്രി പണിയല്ലേ. നേഴ്സാന്നേ നേഴ്സേ. ആ ഇപ്പം ജീവിച്ച ചില സമയത്ത് കുറവുണ്ട്. നല്ല കുഴപ്പമില്ല, ആ അല്ല കേൾക്കും അത്. നന്നായിട്ടിരിക്കും. അച്ഛനും അമ്മയും വീട്ടിലല്ലോ. ആ അച്ഛനും അമ്മയും വീട്ടിലില്ലേ? പിന്നെ വീട്ടിലുണ്ട് ഉണ്ടെന്നേ. ഇത് വീടല്ല, ഇത് പ്രായമായതാ. ആ എന്തോ സ്ഥലത്തോണ്ട് ആക്കിയിരിക്കുന്നത്. ഇത് അമ്മ എവിടെയോ. കാര്യങ്ങൾ നടത്തി കൊടുക്കണം. അമ്മ ഇപ്പൊ എവിടെയാ അന്നേരം? ഇപ്പൊ എവിടെയാ നമ്മള് താമസിക്കുന്ന സ്ഥലം ഏതാ? ഇതെവിടെയാ? ഈ വീടേതാ? വീടോ? ആ അങ്ങ് പോകണ്ടേ? അപ്പൊ ഇതേതാ ഈ സ്ഥലം? ഇവിടെ ഇത് വീടല്ല. പിന്നെ എന്നാ? ഇത് ഇടയ്ക്കൊക്കെ മാറി താമസിക്കാം. ആൾ താമസിക്കുന്നതാ. ഒരു വീട് കൊണ്ട് തന്നെ പറ്റിയല്ല. ഇല്ല ഇല്ല. 3-4 പേരും ആവശ്യത്തിൽ തന്നെ. അത് തന്നെ. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ വലിയ വേണം. ഇത് വീടല്ല, ഇത് എനിക്ക് തോന്നുന്നത് കോട്ടേഴ്സിൽ അങ്ങോട്ട് സാബിൻ്റെ കൂടെ ഒക്കെ നിന്നേ ആരും ഓർമ്മല്ല. ഇവിടെ വന്നെന്നും പറഞ്ഞാണ് അപ്പം. മക്കൾ പോണേ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച. എവിടെയാ? ഓസ്ട്രേലിയയില്. അവിടെയാണ്. അവിടെയാണ് വഴി പുറത്തില്ല. ഇച്ചിരി കഴിയുള്ളൂ, നടന്നു പോകണം. ജോലി അവിടെയല്ലേ? ജോലി അവിടെയാ. ഇടയ്ക്ക് വരുകയും ചെയ്യാം. ഇടയ്ക്ക് വരികയും ചെയ്യും. നേഴ്സിക്ക് ജോലി ഇല്ലാതുള്ളോ? അത്രേ ഉള്ളൂ. എന്താ പോവാണോ? എന്തായാലും അവൾ നോക്കില്ല. അടുത്തു പോവാന്നോ? ഇത്ര നേരം നോക്കി നിന്നിട്ട് അമ്മ അത് കുറ്റവും പറഞ്ഞില്ല, അതുകൊണ്ടാ. കിടന്നോ? ഇനി കിടക്കണം. കിടന്നോ? ഒന്ന് വൈകിയാലോ? ഭയങ്കര വിഷമ. കൊന്ത ചൊല്ലിയോ? പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ? പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? എന്തും വേണം. അതുകൾ വെറുതെ ഇരുന്നാലും കൊള്ളാം, ഒരു വഴിക്ക് പോയാലും കൊള്ളാം. അത് ഈശോയുടെ ഒക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കാര്യമൊക്കെ ശരിയാവുമോ? അല്ലാതെ നമ്മൾ നിരാശയും പരാതിയായിട്ട് പോയാൽ ഒന്നും ശരിയായില്ല. അത് കൂടി വരും. പ്രാർത്ഥന കുറവായിരുന്നു. സുഖം. പിള്ളേരെ ഒരാള് ആണോ കേട്ടോ? പെണ്ണ്. എന്താ പ്രായമായി? 23 വയസ്സ്. അത്രയായോ? അത്രയായി. വലുതായി. കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചില്ല. ജോലിയാ? ജോലിയാ. ജോലിയൊക്കെ അടുത്താണോ? ജോലി അകലെയാ ഇച്ചിരി. ആണോ? മലയാളത്തിലാണോ പഠിക്കുന്നത്? അല്ല, ഇംഗ്ലീഷിലാ. ആണോ? ചേട്ടാ എല്ലാരും പോകും. ശരി, അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. അടുത്ത പ്രാവശ്യം എന്ത് വരും? അതും താമസിക്കാതെ വരാം. ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുകയും ചെയ്യും. ഒരു വീടല്ലേ? അതെ, ഒരു വീടാ. അവിടെ ഉള്ളവരെല്ലാം കാണുകയും ചെയ്യാം. കാണാം. എലീനെ കുട്ടീനെ പറയണം. ജോലി കയറിയല്ലേ? ആ വിട്ടേച്ചും വരാം. വിട്ടേച്ചും വരാം. അമ്മ വരുന്നുണ്ടോ? അമ്മ വരുന്നുണ്ടോ? അവിടെ കിടക്കുവാ. ഇല്ലെന്ന് അമ്മ വരുന്നുണ്ടോന്ന്. അമ്മ വരുന്നുണ്ടോന്ന് പറഞ്ഞുവിടാ. ആള് വേണ്ട. അവിടെ ആള് വേണം. അവള് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു. ഇനി ഓണത്തിന് ഓഗസ്റ്റ് 15 ഉണ്ടല്ലോ. അപ്പൊ 2 ദിവസത്തേക്ക് വരും. പിന്നെ ഓണത്തിന് വരും. അവധി കുറവാ. അവധി കുറവാ. നേഴ്സിംഗ് പിള്ളേർക്ക് കുറവാ. പക്ഷെ എഞ്ചിനീയറിംഗ് അവധി കിട്ടും. അവനിപ്പോ എവിടെയാ? അവര് ചുണ്ടച്ചേരിയില്. പോയി വരുവാണോ? പോയി വരുവാണോ? രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും. വൈകിട്ട് 6 വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പഠിത്തമായ കാര്യങ്ങളായ ക്ഷീണം, ഉറക്കം നിൽക്കുന്നില്ല. ഇപ്പൊ കിടന്ന് ഉറങ്ങുവാ. ഞാൻ വിളിച്ചതാ, നല്ല ഉറങ്ങുവാ. തലവേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കാനും പറ്റിയല്ല. പിന്നെ അവന് ഇഷ്ടമില്ല. പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ ആണെങ്കിൽ അതിന് സൗകര്യം ഉണ്ടല്ലോ. കൊച്ചെന്നാ പറയുന്നത്? കൊച്ചുമായിട്ട് ചെയ്യണം. ഹോസ്റ്റലിലാണോ? അവളെ അവിടെ പഠിച്ച അവിടെ തന്നെയാ. അവിടെ തന്നെ ജോലി കയറിക്കണേ. കാൻബ്ര അല്ലേ? അവള് ഇപ്പൊ 2 പേരേ ഉള്ളൂ റൂമില്. നേരത്തെ 4 പേരുണ്ടായിരുന്നു. 2 പേരുടെ 2 റൂമുള്ള ഒരു പാട്ട്. അവിടെ അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ പെട്ടെന്ന്
സോഡിയം കളഞ്ഞു പോയതാ. ആ അങ്ങനെ ഇടയ്ക്ക് വരാറില്ല. ഇല്ല, ആദ്യമായിട്ടാ. ആ ഒരു നെല്ല് കുറവൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു, വൈകുന്നേരം വരെ പെട്ടെന്ന് കൊളാപ്സ്. പെട്ടെന്ന് കൊള്ളാസായി പോയത്. അതിന് പിന്നെ ആശുപത്രിയിലായി. ആശുപത്രിയിലായി. ഒരാഴ്ച ഫുൾ ആക്സിഡന്റായിരുന്നു. ഇവിടെ റൻസി വന്നപ്പം റൻസിയെ കൊണ്ട് പോയായിരുന്നു. വീട്ടിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നോണ്ടേ ആ ഹാ ഹാ ആ പരിപാടിക്കൊന്നും പുറത്തും പോയില്ലല്ലേ? ഫാമിലി വിട്ടായിരുന്നു. ഔട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ കൃത്യം അമ്മയ്ക്ക് ഒരാഴ്ച ഫുള്ള് അങ്ങനെ ആയിപ്പോയി. ചോദിച്ചിട്ട് നമുക്ക് അവിടെ ജോലിയായോ? അവിടെ പഠിത്തം കഴിഞ്ഞോ? പോയിട്ടില്ല. അല്ല, അവിടെ അവളുടെ പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ. ആണല്ലേ? ഇങ്ങനെ അസിസ്റ്റന്റ് വിസിറ്റ് വേണ്ടി അപ്ലൈ ചെയ്തു. ആ ജോസിയുടെ അവളെ മരിയയുടെ പഠിത്തം കഴിഞ്ഞു. തോന്നി ഇപ്പൊ അവളിനി വെച്ച് അവൾക്ക് അങ്ങനെയെല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്കും ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വിസയ്ക്ക് ഒരു സ്റ്റേ ബാക്ക് വിസ ഉണ്ടല്ലോ, അപ്ലൈ ചെയ്തു. അതിന് അപ്ലൈ ചെയ്തില്ല, റീബസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും ജോലി കിട്ടണം. ചടങ്ങ് ഇനിയും കിടക്കുകയാണ്. അതെ അതെ. ആ ജോലിയിപ്പോൾ അതിനൊന്നും ഇപ്പം മറ്റവള് കയറിയേക്കുന്നതിനൊന്നും അല്ല, പഠിച്ച ജോലിയല്ല. അല്ല, സമയം എടുക്കുക. പെട്ടെന്ന് കിട്ടുന്നില്ല. ആ അതെ അതെ കയറി കിട്ടിയാന്നല്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ ഓക്കെ ഓക്കെ. ആ പുറകിലെടുത്തുണ്ട്. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.